വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ശ്രീവിദ്യ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീവിദ്യ മഹായാഗത്തിന് ഇന്ന് തുടക്കമായി. യജ്ഞാചാര്യൻ തഞ്ചാവൂർ ഗണപതി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ യാഗശാലയിൽ ദീപം തെളിയിച്ചു. ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് കൂടാതെ നിരവധി സന്യാസി ശ്രേഷ്ഠരും പങ്കെടുത്തു. ശ്രീചക്രത്തെ കേന്ദ്രീകരിച്ചുള്ള ശ്രീവിദ്യ മഹായാഗം പഞ്ചകോശ യജ്ഞമണ്ഡപം തീർത്ത ഭാരതത്തിൽ ആദ്യമായി നടക്കുന്ന യാഗം കൂടിയാണ്. മഹായാഗത്തിന്റെ ഉദ്ഘാടന സഭയിൽ നിരവധി സന്യാസി ശ്രേഷ്ഠരും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. ജസ്റ്റിസ് പി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. Being here has given me a lot of energy, and to just see and sit near all these great gurus who have assembled here is itself a great blessing. PN വേണുഗോപാലൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുഖ്യ സംയോജകൻ അഡ്വക്കേറ്റ് ത്രിവിക്രമനടികൾ യാഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വിവരിച്ചു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തി. ചിലപ്പതികാരം it starts sitting on the pedestal of മതിലകൻ ടെമ്പിൾ. മതിലകൻ ടെമ്പിളിന്റെ പടിയിലിരുന്ന് ഞാനിതാ ഈ ഗ്രന്ഥം രചിക്കുകയാണ്. So ചിലപ്പതികാരം starts with Madilagan temple 4 kilometers from Kodungalur. So we are sitting in a place so historical to have our great yajna and yaga, and our yaga also should be historical. Years to come it has to become very famous. When we talk about Sanatana Dharma, many people feel Sanatana Dharma is part of Hinduism or something like that. That is not history. Sanatana Dharma existed in almost 46 countries in Europe, Asia and Southern Asia. ആചാര്യ ഡോക്ടർ S. രാമകൃഷ്ണ ശർമ്മ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ മഹത് അരുണാനന്ദ സരസ്വതി നാഗബാബ, സ്വാതി കല്യാണിഗിരി, സ്വാമി പ്രണവാനന്ദ തുടങ്ങി സന്യാസി ശ്രേഷ്ഠരും സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആത്മീയ രംഗത്തെ പ്രമുഖരും വരും ദിവസങ്ങളിൽ യാഗശാലയിൽ എത്തിച്ചേരും. ഡിസംബർ 25-നാണ് സമാപനം. ജനം, കൊച്ചി.